ഹലോ നമസ്കാരം, എല്ലാവർക്കും ദ ജോബ്ലെസ് സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കോട്സ് വാച്ചിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോട്സ് വാച്ചിൻ്റെ പ്രവർത്തന രീതികളെ കുറിച്ച് പറഞ്ഞിരുന്നു. മെക്കാനിക്കൽ വാച്ചുകളുടെ ഇൻവെൻഷന് ശേഷം മെക്കാനിക്കൽ വാച്ചുകൾ വിപുലമായി ഉപയോഗിച്ചിരുന്നത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പ്രത്യേകിച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന രാജ്യങ്ങളൊക്കെ അവരുടെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് മിലിറ്ററിയുടെ കൃത്യമായ മൂവ്മെൻറ്റിനും പ്ലാനിങ്ങിനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്, വളരെ ഉപകാരപ്രദമായി ഉപയോഗിച്ചിരുന്നതാണ് റിസ്റ്റ് വാച്ചുകൾ. പിന്നീട് വ്യവസായങ്ങളുടെ പുരോഗതി ആരംഭിച്ചപ്പോൾ വ്യവസായങ്ങൾക്കും ഈ സമയകൃത്യത വളരെ അനിവാര്യമായി വന്നു. മെക്കാനിക്കൽ വാച്ചുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിൻ്റെ സമയകൃത്യതയായിരുന്നു. ഏറ്റവും മികച്ച മെക്കാനിക്കൽ വാച്ചുകൾക്ക് പോലും പ്ലസ് ഓർ മൈനസ് സെക്കൻഡുകളുടെ, ചില വാച്ചുകൾക്ക് മിനിറ്റുകളുടെയൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതിനെ മറികടക്കാനും അതുപോലെ തന്നെ വാച്ചിൻ്റെ പവർ സോഴ്സ് മെയിൻ സ്പ്രിങ് വൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വാച്ച് നിലച്ചു പോകും. പിന്നെ അതിൻ്റെ ടൈം സെറ്റ് ചെയ്യേണ്ടി വരും. ഓട്ടോമാറ്റിക് വാച്ചിനും അങ്ങനെ തന്നെ കയ്യിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ അത് നിന്ന് പോകും. അപ്പോൾ മെയിൻ സ്പ്രിങ്ങിന് ബദലായിട്ടൊരു പവർ സോഴ്സ് കണ്ടെത്തുക, അതുപോലെ തന്നെ കൃത്യമായ ടൈം കാണിക്കുന്ന വാച്ചുകൾ നിർമ്മിക്കുക എന്നുള്ള രീതിയിൽ എല്ലാ വാച്ച് മേക്കേഴ്സും, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള വാച്ച് മേക്കേഴ്സ്, പ്രത്യേകിച്ച് സ്വിസ് വാച്ച് മേക്കേഴ്സ്, ജപ്പാനിൽ പ്രത്യേകമായും സെയ്ക്കോ, അതുപോലെ തന്നെ അമേരിക്കൻ വാച്ച് നിർമ്മാതാക്കൾ, ഇവരൊക്കെ കൃത്യമായ വാച്ചുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. മെയിൻ സ്പ്രിങ്ങിന് പകരം ഒരു ബാറ്ററിയുടെ പവർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ വാച്ച് പ്രവർത്തിപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ ധാരാളം ഗവേഷണങ്ങൾ നടന്നിട്ട് അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന കോട്സ് വാച്ച്. നമ്മൾ ഇന്ന് കാണുന്ന കോട്സ് വാച്ചിൻ്റെ പിറകിൽ ഒരുപാട് കാലത്തെ പരിശ്രമവും ചരിത്രവും ഗവേഷണവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കോട്സ് ക്രൈസിസ് എന്നൊരു സംഭവം വാച്ചിൻ്റെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പല ഗവേഷണങ്ങൾക്കും പല പ്രോട്ടോടൈപ്പുകൾക്കും പല പരാജയങ്ങൾക്കും ഒക്കെ ശേഷം 1927 വാറൻ മാറിസൺ എന്ന കനേഡിയൻ എഞ്ചിനീയറാണ് ആദ്യത്തെ കോട്സ് ക്ലോക്ക് നിർമ്മിച്ചത്. 1932 ഇസാക് കോഗ എന്ന ജാപ്പനീസ് സയൻറ്റിസ്റ്റ് കുറെ കൂടി പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന ഒരു കോട്സ് ക്ലോക്കിന് രൂപം നൽകി. പക്ഷേ ഇവയൊന്നും പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റാത്തത്ര വലിപ്പമുള്ളതും കോംപ്ലിക്കേറ്റഡും ആയിരുന്നു. 1964 സീക്കോ ആണ് ഒരു പോർട്ടബിൾ ക്ലോക്ക് ആ വർഷത്തെ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മാരത്തൺ മത്സരങ്ങളിൽ ബാക്കറ്റ് ടൈമറായി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ സമയത്ത് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും റിസർച്ച് അതിൻ്റെ ഏകദേശം പരിപൂർണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എടുത്ത് പറയത്തക്ക രീതിയിലുള്ളൊരു വിജയം ഉണ്ടായത് 1957 US ആസ്ഥാനമായ ഹാമിൽട്ടൺ ഇറക്കിയ ഒരു ഇലക്ട്രിക് വാച്ചാണ്. ഹാമിൽട്ടൺ 500, പിന്നീട് അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനായ ഹാമിൽട്ടൺ 505 എന്ന 2 വാച്ചുകൾ അവർ വിപണിയിൽ ഇറക്കി. ഇത് സത്യത്തിലൊരു കോട്സ് വാച്ചല്ല, മെയിൻ സ്പ്രിങ്ങിന് പകരം ബാറ്ററിയുടെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ വാച്ച്. അമേരിക്കൻ കമ്പനിയായ ബൊളോവ കുറെ കൂടി മുന്നോട്ട് പോയിരുന്നു. 1960 അവർ അക്യൂട്രോൺ എന്നുള്ള പേരിൽ ഒരു ഇലക്ട്രിക്കൽ വാച്ച് ഇറക്കി. ഇതിൽ ബാലൻസ് വീലിന് പകരം അവരൊരു ട്യൂണിംഗ് ഫോർക്ക് യൂസ് ചെയ്തിട്ട് ട്യൂണിംഗ് ഫോർക്കിൻ്റെ കമ്പനത്തിനനുസരിച്ച് ടൈം കീപ്പ് ചെയ്യുന്ന ഒരു വാച്ചായിരുന്നു അത്. വീണ്ടും കോട്സ് വാച്ചിൻ്റെ ചരിത്രത്തിലേക്ക് വന്നാൽ 1967 സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ CEH ആണ് ആദ്യത്തെ കോട്സ് വാച്ചിൻ്റെ പ്രോട്ടോടൈപ്പ് ബീറ്റ 1 എന്ന പ്രോട്ടോടൈപ്പ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷേ പൂർണ്ണ രൂപത്തിലുള്ള ഒരു കോട്സ് റിസ്റ്റ് വാച്ച് വിപണിയിൽ ഇറക്കുന്നത് ജപ്പാൻ ആസ്ഥാനമായ സീക്കോ കമ്പനിയാണ്. 1969 ഡിസംബർ 25 അവർ വിപണിയിലിറക്കിയ ആസ്ട്രോൺ 35 SQ എന്ന ആ വാച്ചാണ് ലോകത്തെ ആദ്യത്തെ കോട്സ് റിസ്റ്റ് വാച്ചായി ഇന്നും പരിഗണിക്കപ്പെടുന്നത്. അന്ന് വിപണിയിലുണ്ടായിരുന്ന ഒരു ചെറു കാറിനോളം വിലയുണ്ടായിരുന്നു ഈ വാച്ചിന്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോ ഒരുപാട് പേര് കണ്ടിരുന്നു, ഒരുപാട് പേര് നമ്മളോട് സഹകരിച്ചിരുന്നു, ഒരുപാട് പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. കൂടെ ഉണ്ടാവുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബി ഹാപ്പി ഓൾവേസ്.